ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ. ഈ ഡയലോഗ് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പറയാത്ത മലയാളികൾ ഉണ്ടാവില്ല. എന്നാൽ ഇത് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി കയ്യിൽ നിട്ട ഡയലോഗാന്നുള്ളത് എത്ര പേർക്കറിയാം? മിഴുനീർ പൂക്കൾ, ഉണ്ണികളെ ഒരു കഥ പറയാം എന്നീ സിനിമകൾ മോഹൻലാലിനെ വെച്ച് സംവിധാനം ചെയ്ത ശേഷം കമൽ ചെയ്ത സിനിമയായിരുന്നു കാക്കൊത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. ഈ സിനിമ തിയേറ്ററിൽ റിലീസായി ഏകദേശം നല്ല തരക്കേടില്ലാത്ത ഒപ്പീനിയനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് കമൽ അടുത്ത സിനിമയുടെ ആലോചനയൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. ആ സമയത്ത് സെഞ്ചുറി കൊച്ചുമോൻ, നിർമ്മാതാവ് സെഞ്ചുറി കൊച്ചുമോൻ കമലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് ചെന്നൈയിലേക്ക് വരണം. അങ്ങനെ കമൽ ചെന്നൈയിൽ വന്നു. അപ്പോൾ പറഞ്ഞു, ഒരു സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചിറങ്ങിയ 2 ചെറുപ്പക്കാർ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ പരിചയപ്പെടുത്തി. അതായിരുന്നു ഇന്നത്തെ പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തൊക്കെ ആയ രഞ്ജിത്ത്, പിന്നെ രഞ്ജിത്തിന്റെ തന്നെ സഹപാഠിയായ നിർമ്മാതാവൊക്കെയായ അലക്സ് കടവിൽ. അപ്പൊ ഇവരൊരു ഒരു കഥ ഇവര് സെഞ്ചുറി കൊച്ചുമോന്റെ അടുത്ത് പറഞ്ഞു. അത് മോഹൻലാലിനോട് ഫോണിലൂടെ പറഞ്ഞു. മോഹൻലാൽ ആ കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് പ്രത്യേകിച്ച് ഒരു ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ നടക്കുന്ന ഒരു അപ്പനും മകനും, ഒരു ആംഗ്ലോ ഇന്ത്യൻ കഥാപാത്രമാണ്. അപ്പോൾ കഥ മോഹൻലാലിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മോഹൻലാൽ പറഞ്ഞു, ഇത് നമുക്ക് തന്നെ നിർമ്മിക്കാം. അതായത് സെഞ്ചുറി കൊച്ചുമോനും മോഹൻലാലിനും കൂടിയുള്ള ഒരു ബാനറാണ്, അവരുടെ ചീയേഴ്സ് എന്ന് പറഞ്ഞ ബാനറിൽ നിർമ്മിക്കാം, കമലിനെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞു മോഹൻലാൽ. അങ്ങനെയാണ് ഓൾറെഡി കമൽ മോഹൻലാൽ നല്ല ബന്ധമാണ്. മോഹൻലാലിനെ വെച്ച 2 സിനിമകൾ കമൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കമലിന് കഥ കേട്ടിട്ട് കമലിനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ കമൽ പറഞ്ഞു, ഇത് ഞാനധികം നമുക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു പശ്ചാത്തലമാണ്, ഒരു ഫോർട്ട് കൊച്ചി, ആംഗ്ലോ ഇന്ത്യൻ, അച്ഛൻ മകൻ എന്ന് പറയുമ്പോൾ അധികം പരിചയമല്ലാത്തൊരു പശ്ചാത്തലമാണ്. അപ്പൊ നമുക്കൊന്ന് ഫോർട്ട് കൊച്ചിയിൽ പോവാം എന്ന് പറഞ്ഞ്. അപ്പൊ രഞ്ജിത്ത് അന്ന് പുതുമുഖമായതുകൊണ്ട് രഞ്ജിത്തിന്റെ കഥ, രഞ്ജിത്തിന്റെ തിരക്കഥ എഴുതാൻ രഞ്ജിത്തിന് അന്ന് അത്ര ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഷിബു ചക്രവർത്തിനെ തിരക്കഥ എഴുതാൻ വിളിച്ചു. അങ്ങനെ ഷിബു ചക്രവർത്തി, രഞ്ജിത്ത്, കമലൊക്കെ കൂടി ഫോർട്ട് കൊച്ചിയിൽ പോയി. ഇവരവിടെ റൂമൊക്കെ എടുത്ത് താമസിച്ച് ഫോർട്ട് കൊച്ചി പരിസരത്തിലൂടെ ഇവർ നടന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കുറെ ക്യാരക്ടേഴ്സിനെ കിട്ടി. അതിലൊരു ക്യാരക്ടറായിരുന്നു ആ സിനിമയാണ് ഓർക്കാപ്പുറത്ത്. ഓർക്കാപ്പുറത്ത് എന്ന് പറയുന്ന സിനിമയിൽ സുകുമാരി ചെയ്ത ഒരു കഥാപാത്രമുണ്ട്, ഒരു ബാർ നടത്തുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ ലീഡിയുടെ ക്യാരക്ടർ. അതുപോലെ തന്നെ പഞ്ചഗുസ്തി നടത്തുന്നതാണ് അതിൽ ലാലേട്ടന്റെ ഇൻട്രോ ഒക്കെ. അപ്പൊ ഇതൊക്കെ ഇവർക്ക് ആ ഫോർട്ട് കൊച്ചി പരിസരത്ത് കിട്ടിയതാണ്. അപ്പൊ ഇവർ ഏകദേശം കഥയൊക്കെ രൂപപ്പെടുത്തി. ഫ്രെഡി നിക്കോളാസ് എന്ന് പറയുന്ന അച്ഛൻ മകന്റെ കഥാപാത്രങ്ങൾ, നെടുമുടീനെ ഫിക്സ് ചെയ്തു, അവരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ഫിക്സ് ചെയ്ത്, ആർട്ടിസ്റ്റുകളൊക്കെ ഫിക്സ് ചെയ്ത് ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് കഥ ഭയങ്കര ബ്ലോക്കായി. ഇവർക്ക് ഇനി കഥ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയുന്നില്ല. അപ്പൊ ഇവര് കുറെ കുത്തിയിരുന്നു, വർക്ക് ചെയ്തു, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ ഇവര് മോഹൻലാലിനെ വിളിച്ചു. കമൽ മോഹൻലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഈ കഥ മാറ്റാം, കാരണം സെക്കൻഡ് ഹാഫ് വെച്ചിട്ട് ബ്ലോക്ക് ആയിട്ട് നിൽക്കാന്ന്. മോഹൻലാൽ പറഞ്ഞു, അതിന്റെ എന്താ കുഴപ്പം, നല്ല രസമായിട്ടുള്ള കഥയല്ലേ. അപ്പൊ മോഹൻലാലാണെങ്കിൽ അപ്പോഴേക്കും ഒരു പൂച്ചക്കണ്ണ് വെച്ചിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യാം എന്ന് പറഞ്ഞ് മോഹൻലാൽ ലെൻസൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. മോഹൻലാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇത് നടക്കുന്നത് ഏകദേശം 88 ജനുവരിയിലാണ്. അപ്പോൾ കൊച്ചുമോനാണെങ്കിൽ സെഞ്ചുറി അപ്പം തന്നെ വിഷുവിന് തിയേറ്ററൊക്കെ ബ്ലോക്ക് ചെയ്തു. വിഷുവിന് റിലീസ് ചെയ്തേ പറ്റൂ. ഇവിടെ കഥ തീരുമാനമായിട്ടില്ല. ഇനി കഥയായി, തിരക്കഥയായി, ഷൂട്ട് ചെയ്ത് പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് വിഷുവിന് തിയേറ്ററിൽ ഇറക്കണം. ആകെ കുറച്ച് 2-3 മാസമേ കയ്യിലുള്ളൂ. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു, നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വാ എന്ന് പറഞ്ഞ് മോഹൻലാലിനെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് രഞ്ജിത്തും ഈ ഷിബു ചക്രവർത്തിയും കമലെ കൂടി മോഹൻലാലിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലിരുന്ന് പ്രിയദർശനും കഥ കേൾക്കാൻ വന്നു. അങ്ങനെ കഥ കേട്ട് ഇവര് സിനിമ കണ്ടവർക്ക് അറിയാം, ഇതിലൊരു പിയാനോ മോഹൻലാലിന്റെ കയ്യിൽ എത്തിപ്പെടുന്നതും, ഇതിനിടയ്ക്ക് ഒരു ഉമ്മറിന്റെ കഥാപാത്രം, തിലകന്റെ കഥാപാത്രമൊക്കെ, വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു നിധി എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിധിയല്ല, അത് ആ സിനിമ കാണുമ്പോൾ പറയാം. അപ്പൊ അത് എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ പ്രിയദർശൻ പറഞ്ഞ ചെറിയൊരു ഐഡിയ ആണ്. ആ ഐഡിയ കിട്ടിയപ്പോൾ തന്നെ കഥയിൽ ഇവരുടെ ബ്ലോക്ക് മാറി. പിന്നെ ഇവര് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് ഇവരുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തീർത്തത്. അപ്പോൾ ഇതില് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിലൊരു സീനില് മോഹൻലാലും അപ്പൻ കഥാപാത്രമായ നെടുമുടി വേണു പത്രം വായിക്കുന്നതായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് മോഹൻലാൽ പറഞ്ഞു, ഞാനൊരു ഡയലോഗ് കൈനിടാം എന്ന് പറഞ്ഞു. മോഹൻലാൽ കൈനിട്ട ഡയലോഗാണ്, ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്നുള്ളത്. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചു ദിവസം ലീവ് എടുത്ത് വീട്ടിൽ ചുമ്മാതിരിക്കാമായിരുന്നു. ഈ ഡയലോഗ് ആ സിനിമ റിലീസ് ചെയ്ത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇന്നും ആളുകൾ ഇതിനെക്കുറിച്ച്, ഈ ഡയലോഗിനെ കുറിച്ച് പറഞ്ഞു. പലർക്കും അറിയില്ല അത് ഓർക്കാപ്പുറത്ത് സിനിമയിലെ ഡയലോഗാണെന്നറിയില്ല, അത് മോഹൻലാൽ കൈനിട്ട ഡയലോഗാണെന്നും പലർക്കും അറിയില്ല. ഈ സിനിമയിലെ മ്യൂസിക് ഡയറക്ടർ ഔസേപ്പച്ചനായിരുന്നു. ഔസേപ്പച്ചൻ അന്ന് ഒരുപാട് നല്ല നല്ല സിനിമകളൊക്കെ സംഗീതമൊക്കെ നിർവഹിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഈ സിനിമയിലാണെങ്കിൽ പാട്ടുകളില്ല. അപ്പൊ കമൽ ഔസേപ്പച്ചൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു, ഈ സിനിമയിൽ പാട്ടുകളില്ല,
അപ്പൊ ഔസേപ്പച്ചൻ പറഞ്ഞു പാട്ടില്ലാതെ എങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ കുറെ നിർബന്ധിച്ചു ഔസേപ്പച്ചൻ, പക്ഷെ പറഞ്ഞു വേണ്ട, പാട്ട് വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലാണ്, ഒരു വെസ്റ്റേൺ സ്റ്റൈലാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ. അപ്പോൾ ഔസേപ്പച്ചൻ അതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഔസേപ്പച്ചൻ നല്ല രസമായിട്ടാണ് അത് ചെയ്തത്. അന്ന് ഔസേപ്പച്ചന്റെ കൂടെ കീബോർഡും ഡ്രംസ് ഒക്കെ വായിച്ചിരുന്ന 2 ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവര് വളരെയധികം അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആ സിനിമയ്ക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. അതാണ് AR റഹ്മാനും ശിവമണി. അപ്പോൾ ഈ നല്ല രസകരമായിട്ടായിരുന്നു ഇതിന്റെ റെക്കോർഡിംഗ് ഒക്കെ നടന്നത്. കമൽ തന്നെ പിന്നീട് പല ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മോഹൻലാലിന്റെയും നെടുമുടി വേണുവിന്റെയും അവർ രണ്ടുപേരും ഒരുമിച്ച് വേറെയും ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സാണ്. കാരണം ഈ പുരാവസ്തു, അതുപോലെ തന്നെ വണ്ടി കച്ചവടം, ഇങ്ങനെ ഓരോ തരികട പരിപാടികളാണ്. അതായത് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഒരു വാടക വീട്ടിലാണ് താമസം, വാടക കൊടുക്കാതെ നടക്കുന്നു. അതുപോലെ തന്നെ ഇവർക്കൊരു ബോട്ട് ഉണ്ട്. ആ ബോട്ട് അവറാച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പലിശക്കാരൻ ഇന്നസെന്റ് കഥാപാത്രത്തിന്റെ കയ്യിലാണ്. അപ്പോൾ പൈസ കൊടുക്കാത്ത കാരണം ഇന്നസെന്റ് ആ ബോട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ കള്ളു പിടിച്ചിട്ട് രണ്ടുപേരും പോയി അതിൽ നെടുമുടി വീണ് കള്ളു പിടിച്ച് അവറാച്ചനെ കുറെ ചീത്ത വിളിക്കും. അപ്പൊ ഇന്നസെന്റ് അതൊക്കെ യൂസ്ഡ് ആണ്. അപ്പനും മോനും വന്നല്ലോ, ഇനി ചടങ്ങ് തുടങ്ങിക്കോ. ഞങ്ങൾ നല്ല നില കഴിഞ്ഞിരുന്ന ആളുകളാ. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സും കഥയൊക്കെയാണ്. പിന്നെ രമ്യ കൃഷ്ണനാണ് ഇതിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചത്. രമ്യ കൃഷ്ണന്റെ ഒക്കെ തുടക്കകാലത്താണ്. ഇതിന്റെ മോഹൻലാലിന്റെ കൂടെ തന്നെ വേറെയും 1-2 സിനിമകളൊക്കെ ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇന്നും നല്ലൊരു ഫ്രഷ് ഫീലാണ് ആ സിനിമയ്ക്ക്. 88 വിഷുവിന് റിലീസ് ചെയ്ത്, അന്ന് പാട്ടുകളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ബിസിനസ്സിനെയൊക്കെ ബാധിക്കുന്ന ഒരു സമയമാണ്. കാരണം അന്ന് യേശുദാസിന്റെ പാട്ട് വേണം, യേശുദാസിന്റെ പാട്ടുണ്ടെങ്കിൽ അതിനൊരു ഇത്ര എമൗണ്ട് ഓഡിയോ റൈറ്റ്സ് കിട്ടും എന്ന് പറഞ്ഞ സമയത്താണ് ഇങ്ങനത്തെ ഒരു സിനിമ. കമൽ ഇപ്പം അതിന് മുമ്പ് ചെയ്ത സിനിമകളൊക്കെ കുറച്ചും കൂടി ഇമോഷണൽ അല്ലെങ്കിൽ ഒരു ഫാമിലി അങ്ങനെയൊക്കെ സിനിമകളുണ്ട്. അതൊന്ന് മാറിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്തത്. പക്ഷെ ആ സിനിമ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ഓടി. ഏകദേശം 100-150 ദിവസത്തിന് മേളിൽ ആ സിനിമ തിയേറ്ററിൽ നിറഞ്ഞു ഓടി എന്ന് തന്നെ പറയാം.